HTML റോൾ ഓവർ ഇമേജ് ഇഫക്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ കുറെ ക്ലാസ്സുകളിലായിട്ട് ഇമേജിനെ കുറിച്ചായിരുന്നു, ഇമേജ് ടാഗിനെ കുറിച്ചായിരുന്നു പഠിച്ചുകൊണ്ട് വന്നിരുന്നത്. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഇമേജ് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്, അതിന്റെ ഹൈറ്റും വിഡ്ത്തും അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ തംബ്നെയിൽസ് എന്നുള്ള ടോപ്പിക്കായിരുന്നു നോക്കിയിരുന്നത്. ഇത് നമ്മുടെ മൂന്നാമത്തെ പാർട്ടാണ്. അപ്പൊ ഇമേജ് 3 പാർട്ടായിട്ടാണ് ഇമേജിന്റെ വീഡിയോ നമ്മൾ HTMLന്റെ ഇമേജ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം എന്നുള്ളതിന്റെ വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ മൂന്നാമത്തെ ടോപ്പിക്കാണ്, റോൾ ഓവർ ഇമേജ് ഇഫക്റ്റ് എന്ന് പറയും. അപ്പൊ ഈ റോൾ ഓവർ ഇമേജ് ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെബ് പേജിൽ നമുക്കൊരു ഇമേജ് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. നമ്മൾ മൗസ് അതിന്റെ മുകളിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ആ ഇമേജ് മാറി വേറെ ഇമേജ് വരും. മൗസ് പുറത്തോട്ട് പോകുമ്പോൾ പഴയ ഇമേജ് തന്നെ നിൽക്കും. ഇതാണ് റോൾ ഓവർ ഇമേജ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു വെബ് പേജ് നോക്കാം. ഇവിടെ ഒരു വീടിന്റെ പടമുണ്ട് അല്ലെ. ഇതൊരു ഇമേജ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ മൗസ് പോയിന്റർ ഇപ്പൊ ഈ വെളുത്ത ഭാഗത്താണ് മൗസ് പോയിന്റർ നിൽക്കുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്താണ്, ഇമേജിന്റെ പുറത്തല്ല. ഞാൻ ഇതിന് ഇമേജിന്റെ മുകളിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ആ ഇമേജ് മാറിയിട്ട് വേറെ ഇമേജ് വന്നു. കണ്ടോ? ഇനി ഞാൻ പുറത്തോട്ട് പോകുമ്പോഴും ഇമേജ് പഴയ പോലെ തന്നെ. മൗസ് ഇതിന്റെ മുകളിൽ കൊണ്ടുവരുമ്പോൾ പുതിയ ഇമേജ് വരുന്നു. അപ്പൊ 2 ഇമേജസ് മാറി മാറി വരുന്നു. ഇതിനെയാണ് നമ്മൾ റോൾ ഓവർ ഇമേജ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് മൗസ് ഈ ഇമേജിന്റെ അല്ലാതെ വേറെ വെബ് പേജിന്റെ വേറെ ഏത് പോർഷനിലായിരുന്നെങ്കിലും നമുക്ക് ഒരു ഇമേജ് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. മൗസ് ഇതിന്റെ മുകളിലേക്ക് വരുമ്പോൾ മാത്രം എന്താണ്, ആ ഇമേജ് മാറി വേറൊരു ഇമേജ് വരും. അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും, ഈ 2 ഇമേജസും മാറി മാറി വരുന്നുണ്ട്. കണ്ടോ, മൗസ് ഞാൻ ഇതിനെ മുകളിലേക്ക് കൊണ്ടുവന്ന് പുറത്തോട്ടെടുത്തു, മുകളിലേക്ക് കൊണ്ടുവന്ന് പുറത്തോട്ടെടുത്തു. അപ്പൊ നമുക്കിത് മാറി മാറി വരും. പക്ഷെ ഇതിന്റെ ഹൈറ്റും വിഡ്ത്തും ഒന്നും ചേഞ്ച് ആവത്തില്ല. 2 ഇമേജിന്റെ ഹൈറ്റും വിഡ്ത്തും ഒരേപോലെ തന്നെ ആയിരിക്കും. അവിടെ പെട്ടെന്ന് നമുക്കൊരു മിസ്മാച്ച് ഫീൽ ചെയ്യത്തില്ല. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഇതിന്റെ കോഡ് എഴുതാനായിട്ട് ഇതുപോലെ തന്നെ ഒരു ടാഗാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്നത് ഇമേജിന്റെ അതേ ടാഗാണ്, ഇമേജ് ടാഗ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് SRCയിൽ നമ്മൾ എന്ത് പറയും, ഫസ്റ്റ് ഇമേജിന്റെ സോഴ്സ് പറയും. SRC എന്നുള്ള ആട്രിബ്യൂട്ടിന്റെ അകത്ത് ഫസ്റ്റ് ഇമേജിന്റെ സോഴ്സ് പറയും. ഈ SRC കൂടാതെ നമ്മൾ 2 ആട്രിബ്യൂട്ടും കൂടി പറയണം. ഒന്ന് ഓൺ മൗസ് ഓവർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ടും, പിന്നെ ഓൺ മൗസ് ഔട്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടും. അപ്പൊ നമ്മൾ 2 ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്യണം. ഒന്നെന്താണ്, ഓൺ മൗസ് ഓവർ, അടുത്തത് എന്താണ്, ഓൺ മൗസ് ഔട്ട്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ഒരു ഇമേജ് ഇൻസേർട്ട് ചെയ്തു, പിന്നെ എന്ത് കൊടുക്കണം, ഓൺ മൗസ് ഓവർ. അതായത് മൗസ് മുകളിലേക്ക് വന്നു കഴിയുമ്പം, ആ ഇമേജിന്റെ മുകളിലേക്ക് വന്നു കഴിയുമ്പം ഏത് ഇമേജ് ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് പറയണം. ഓൺ മൗസ് ഔട്ട് അല്ലെ, ഓൺ മൗസ് ഔട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, മൗസ് പുറത്തേക്ക് പോകുമ്പോൾ ഏത് ഇമേജ് ആണ് വരേണ്ടത്. മൗസ് പുറത്തേക്ക് പോകുമ്പോൾ ഏത് ഇമേജ് ആയിരിക്കും വരേണ്ടത്, പഴയ ഇമേജ് തന്നെയാണ്, ഒറിജിനൽ ആയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഇമേജ് തന്നെയാണ് വരേണ്ടത് അല്ലെ. ആദ്യം ഒരു ഇമേജ് ഉണ്ടായിരുന്നു, മൗസ് മുകളിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഒരു ഇമേജ് വന്നു, മൗസ് പുറത്തേക്ക് പോയപ്പോൾ പഴയ ഇമേജ് തന്നെ വന്നു. അങ്ങനെയാണെങ്കിൽ ഈ SRCയിൽ പറയുന്ന അതേ ഇമേജ് തന്നെ ആയിരിക്കണം എവിടെ, മൗസ് ഔട്ടിലും നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഈ റോൾ ഓവർ ഇഫക്റ്റിന്റെ സിന്റാക്സ് ശ്രദ്ധിക്കുക. അതിന്റെ 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇമേജ് ടാഗിന്റെ അകത്ത് നമ്മൾ സോഴ്സ് പറയണം. സോഴ്സ് എന്ന് പറഞ്ഞാൽ ഏത് ഇമേജ് ആണോ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് ആ ഇമേജ് പറയണം. ഇനി രണ്ടാമതൊരു ആട്രിബ്യൂട്ട് ഉണ്ട്, അത് ഓൺ മൗസ് ഓവർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ആണ്. അടുത്തത് ഓൺ മൗസ് ഔട്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ആണ്. ഓൺ മൗസ് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗസ് മുകളിലേക്ക് വന്നു കഴിയുമ്പോൾ ഏത് ഇമേജ് വരണം, അതാണ് ഓൺ മൗസ് ഓവർ. അപ്പൊ 2 ഇമേജസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഇമേജിന്റെ സോഴ്സ് ഇവിടെ കൊടുക്കുക. ഓൺ മൗസ് ഔട്ട് എന്ന് പറയുമ്പോഴും പഴയ ഇമേജ് തന്നെ, നമ്മൾക്ക് വെബ് പേജ് ഡിസ്പ്ലേ ചെയ്ത് വന്നപ്പം ആദ്യം ഏത് ഒറിജിനൽ ഇമേജ് ആണോ ഉണ്ടായിരുന്നത് ആ ഇമേജ് തന്നെയായിരിക്കും മൗസ് ഔട്ടിൽ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ ഇമേജ് 1, അതാണ് ഇമേജ് 1 എന്ന് കാണിച്ചിരിക്കുന്നത് കേട്ടോ. മൗസ് മുകളിലേക്ക് വരുമ്പോൾ മാത്രമേ ഇമേജിന് വ്യത്യാസം വരത്തുള്ളൂ. പിന്നെ ഇതിൽ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ സാധാരണ SRCയിൽ എന്താണ്, പാത്താണ് പറയുന്നത് അല്ലെ. നമ്മളിപ്പോ ഇത്ര നാളും ചെയ്തില്ല, നമ്മുടെ ഫയലും ഇമേജും ഒരേ ലൊക്കേഷനിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് ഇമേജിന്റെ പേര് മാത്രം നമ്മൾ പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ പറ്റത്തില്ല. ഇവിടെ നമ്മൾ 2 കാര്യങ്ങളും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കീവേഡ് this.src എന്ന് വേണം കൊടുക്കാനായിട്ട്. വെറുതെ SRC എന്ന് എഴുതിയാൽ പറ്റത്തില്ല. എന്ത് വേണം എഴുതാൻ, this.src എന്ന് എഴുതിയിട്ട് വേണം നമ്മൾ ഇമേജിന്റെ പാത്ത് പറയാനായിട്ട്. അപ്പം ഓൺ മൗസ് ഓവർ എന്നുള്ള ആട്രിബ്യൂട്ട് ഉണ്ട്, അതിന്റെ അകത്ത് എന്ത് പറയണം, this.src എന്ന് കൊടുത്തിട്ട് വേണം ഇമേജിന്റെ പാത്ത് പറയാനായിട്ട്. ഇവിടെയും അതേപോലെ തന്നെ ഓൺ മൗസ് ഔട്ട്, അതിന്റെ അകത്തും എന്താണ്, this.src എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ ഇമേജിന്റെ പേരും അതിന്റെ എക്സ്റ്റൻഷനും എല്ലാം പറയുക. തൽക്കാലത്തേക്ക് നമ്മൾ ഇമേജും
നമ്മുടെ ഫയലും എല്ലാം ഒരേ ലൊക്കേഷനിലാണെന്ന് അസ്യൂം ചെയ്തിട്ട് ചെയ്താൽ മതി. രണ്ട് വേറെ വേറെ ലൊക്കേഷനിൽ നമ്മൾ ചെയ്യുന്നില്ല. ഇമേജും ഫയലും എല്ലാം ഒരേ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ സേവ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താണ്, നമുക്ക് ഇമേജിന്റെ പേരും അതിന്റെ എക്സ്റ്റൻഷനും മാത്രം പറഞ്ഞാൽ മതിയായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഫുൾ പാത്ത് പറയാനായിട്ട് പോകണം. അത് നമുക്ക് ഇപ്പൊ തൽക്കാലത്തേക്ക് അത് നോക്കണ്ട. ഇനി ഇതിന്റെ അകത്ത് വേറൊരു കാര്യവും കൂടി ശ്രദ്ധിക്കാനായിട്ടുണ്ട്. ഇവിടെ കണ്ടോ, നമ്മൾ സാധാരണ ആട്രിബ്യൂട്ട് പറയുമ്പോൾ എന്താണ്, ഡബിൾ കോട്ട്സിലാണ് പറയുന്നത് അല്ലെ, ഡബിൾ കോട്ട്സിൽ കൊടുക്കും. പക്ഷെ ഇവിടെ ഡബിൾ കോട്ട്സിൽ കൊടുക്കുകയും വേണം. എന്നിട്ട് ഈ ഇമേജിന്റെ മാത്രം പാത്ത് എന്ത് ചെയ്യണം, സിംഗിൾ കോട്ട്സിൽ കൊടുക്കണം. അപ്പൊ ഇവിടെ മൊത്തത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് 3 എണ്ണം കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടി ഇതിന്റെ അകത്തുണ്ട്, അതും കൂടെ ശ്രദ്ധിക്കണം. അത് ഞാൻ കോഡ് എഴുതുമ്പോൾ പറഞ്ഞു തരാം. ദിസ് ഡോട്ട് SRC ഇത് ഫുള്ളായിട്ടും എന്തിൽ കൊടുക്കണം, ഡബിൾ കോട്ട്സിൽ കൊടുക്കണം. ഈ ഇമേജ് എന്നുള്ളത് മാത്രം എന്തിൽ കൊടുക്കണം, സിംഗിൾ കോട്ട്സിന്റെ ഉള്ളിൽ കൊടുക്കണം. ഓക്കെ, ഇതാണ് ഇതിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം അതുപോലെ തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു ടൈറ്റിൽ എഴുതി, ഒരു ഹെഡ് ടാഗ് കൊടുത്തിട്ടുണ്ട്, അതിനകത്തൊരു ടൈറ്റിൽ എഴുതിയിട്ടുണ്ട്. ബോഡി ടാഗിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റ് റോൾ ഓവർ ഇമേജ് ഇൻ HTML എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹെഡിങ് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മുടെ ഇമേജിന്റെ സോഴ്സ് പറഞ്ഞു, ഫസ്റ്റ് ഇമേജിന്റെ സോഴ്സ് പറഞ്ഞു. അതാണ് ഇവിടെ SRC attribute is used to set the source file URL of the image. അപ്പൊ സോഴ്സ് എവിടെയാണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ എന്താണ്, ഓൺ മൗസ് ഓവർ അല്ലെ. ഓൺ മൗസ് ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓൺ മൗസ് ഓവർ attribute is used to change the source file URL of the image when the user moves the mouse pointer on the image. ഇമേജ് ഇതിന്റെ മുകളിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ആ സോഴ്സ് ഫയൽ മാറണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത്, ഓൺ മൗസ് ഓവർ എന്നുള്ളത് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത എന്താണ്, ഓൺ മൗസ് ഔട്ട്. അവിടെ 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. SRC, ഓൺ മൗസ് ഓവർ, ഓൺ മൗസ് ഔട്ട്. The on mouse attribute is used to change the source file URL of the image when the user moves the mouse pointer out of the image. അപ്പം ഈ ഇമേജിൽ നിന്ന് പുറത്തേക്ക് നമ്മൾ മൗസ് പോയിന്റർ മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഏത് ഇമേജ് ആണോ ഡിസ്പ്ലേ ചെയ്ത് വരേണ്ടത് അതിന്റെ URL അതെങ്ങനെ തന്നെയായിരിക്കും, ഈ സോഴ്സിൽ വരുന്നത് തന്നെയായിരിക്കും. ഓക്കെ, ഒറിജിനൽ ഇമേജ് തന്നെയായിരിക്കും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോഡ്സ്, ഇവിടെ ഒരു ഡബിൾ കോഡ്സിന്റെ ഉള്ളിൽ, ഇത് ഫുള്ളും ഡബിൾ കോഡ്സിന്റെ ഉള്ളിൽ കൊടുക്കണം. പക്ഷെ ഇമേജ് എന്നുള്ളത് മാത്രം എന്ത് ചെയ്യണം, സിംഗിൾ കോഡ്സിന്റെ ഉള്ളിൽ വേണം കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ കോഡ് ഒന്ന് എഴുതി നോക്കാം. കോഡ് ഞാനിവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഞാനിതൊന്ന് കാണിച്ചു തരാം. ഇപ്പം ഹെഡ് എഴുതിയിട്ടുണ്ട്. ഹെഡിന്റെ അകത്ത് നമ്മൾ ടൈറ്റിൽ ടാഗ് കൊടുത്തിട്ടുണ്ട്. ടൈറ്റിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്, റോൾ ഓവർ ഇമേജ് എഫക്റ്റ് ഇൻ HTML എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി അതിന്റെ അകത്ത് നമ്മൾ ബോഡി എഴുതിയിട്ടുണ്ട്. ബോഡിയിൽ ഞാൻ തൽക്കാലത്തേക്ക് ഒരു ഹെഡിങ് മാത്രം കൊടുത്തു വെച്ചിരിക്കുകയാണ്. നമുക്കതൊന്ന് സേവ് ചെയ്തിട്ട് വർക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിവിടെ 2 ഇമേജസ് കാണാനായിട്ട് പറ്റും. ഞാൻ ഓൾറെഡി ഈ ഫയൽ ഇവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. പ്രത്യേകിച്ച് ഒന്നുമില്ല, റോൾ ഓവർ ഇമേജ് എഫക്റ്റ് ഇൻ HTML എന്ന് വരും. നമുക്ക് അത്രേ നമ്മൾ ചെയ്തിട്ടുള്ളൂ, അത് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ജസ്റ്റ് അതിനെ ഞാനൊന്ന് സെന്ററിലേക്ക് കൊണ്ടുവരാം. സെന്ററിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അലൈൻ ആട്രിബ്യൂട്ട് ആണ് യൂസ് ചെയ്യുന്നത്. അലൈൻ ആട്രിബ്യൂട്ടിൽ സെന്റർ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് സെന്ററിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. ഇനി അടുത്തത് ഞാൻ ജസ്റ്റ് വെറുതെ ഒരു ഇമേജ് ഡിസ്പ്ലേ ചെയ്യുവാണ്. IMG ടാഗ് നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ തികയത്തില്ല. IMG പിന്നെ SRC is equal to image1.jpg. നമുക്ക് അങ്ങനെ ഒരു ഇമേജ് നമുക്കിവിടെ ഉണ്ട്. ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ image1 എന്ന് പറയുന്ന ഒരു ഇമേജ് ഉണ്ട്. അതിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് JPG ആണ്. അപ്പോൾ നമ്മൾ എക്സ്റ്റൻഷനും കൂടി ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ അതിന്റെ പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും JPG ഫയലാണ്. അപ്പോൾ അതിന്റെ image1.jpg. നമ്മുടെ ഫയലും ഇമേജും ഒരു ലൊക്കേഷനിൽ തന്നെ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇമേജിന്റെ പേര് മാത്രം നമ്മൾ പറഞ്ഞാൽ മതിയായിരിക്കും. നമ്മളിത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് റീലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ഇമേജിനെ നമുക്കൊന്ന് സെന്ററിലേക്ക് കൊണ്ടുവരാം. അപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങൾ പലതും ഓർക്കണം കേട്ടോ. H1 ടാഗിലേക്ക് ഞാൻ മാറ്റുവാണ്. ജസ്റ്റ് വരുന്നത് കാര്യമൊന്നുമില്ല. ഇതിനെ ഒന്ന് സെന്ററിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഇവിടെ ഒരു സെന്റർ ടാഗ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. സെന്റർ ടാഗിന്റെ അകത്ത് ഞാൻ എഴുതുവാണ് ഇമേജ്. അപ്പം അത് സെന്ററിൽ കിടന്നോളൂ.
നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇമേജ് സെന്ററിലേക്ക് വന്നു. അപ്പൊ ഇതുപോലെ നമ്മൾ മുന്നേ പഠിച്ച കാര്യങ്ങളും കൂടി ഓർത്ത് വെച്ചിട്ട് നമ്മുടെ വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോഴേ അത് കുറച്ചുകൂടെ ഭംഗിയായിട്ടിരിക്കത്തുള്ളൂ. ഇനി ഇതിൻ്റെ അകത്ത് ഞാൻ മൗസ് ഇതിന്റെ മുകളിൽ കൊണ്ടുവന്നു, പുറത്തേക്ക് പോയി. ഇമേജിന് വ്യത്യാസമൊന്നും വരുന്നില്ല. കാരണം എന്താണ്, നമ്മളിവിടെ റോൾ ഓവർ എന്നുള്ള ആ എഫക്റ്റ് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞു എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഇവിടെ. ഓൺ മൗസ് ഓവർ എന്നും ഓൺ മൗസ് ഔട്ട് എന്നും പറഞ്ഞ് രണ്ട് വാല്യൂസ് നമ്മൾ കൊടുക്കണം. നമുക്കത് കൊടുക്കാം. ആദ്യം എന്ത് ചെയ്തു, JPG എഴുതി. ഇനി നമ്മൾ എന്ത് പറയണം, ഓൺ മൗസ് ഓവർ, മൗസ് മുകളിൽ വന്നു കഴിയുമ്പോൾ ഇസ് ഈക്വൽ ടു ഇട്ടിട്ട് ഞാൻ ഡബിൾ കോട്ട്സ് കൊടുത്തു. ഡബിൾ കോട്ട്സ് കൊടുത്തിട്ട് ദിസ് എന്ന് എഴുതി, ഡോട്ട് SRC എന്ന് എഴുതി. ദിസ് ഡോട്ട് SRC എന്ന് എഴുതണം. ഓക്കെ, എന്നിട്ട് ഒരു ഈക്വൽ ടു കൊടുക്കണം. എന്നിട്ട് സിംഗിൾ കോട്ട്സിന്റെ ഉള്ളിൽ ഇമേജിന്റെ പേര് പറയണം. ഞാൻ image2.jpg ആണ് ആഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സിംഗിൾ കോട്ട്സ് ക്ലോസ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ ദിസിന് നമ്മളൊരു ഡബിൾ കോട്ട്സ് കൊടുത്തു വെച്ചില്ലായിരുന്നു, അതും കൂടെ ഇവിടെ ക്ലോസ് ചെയ്യണം. ഡബിൾ കോട്ട്സ് ഇവിടെ ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ കോഡ് എഴുതുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഓൾറെഡി image2 ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ image2ഉം അത് JPG ഫോർമാറ്റിൽ തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് JPG ഫോർമാറ്റിൽ തന്നെ അത് എഴുതി. ഇപ്പൊ ഓൺ മൗസ് ഓവർ എന്ന് എഴുതിയിട്ട് ഇസ് ഈക്വൽ ടു കൊടുത്തിട്ട് ദിസ് ഡോട്ട് SRC എന്ന് എഴുതുക. എന്നിട്ട് ഇസ് ഈക്വൽ ടു കൊടുത്തിട്ട് ഇമേജിന്റെ പേര് എന്തിൽ കൊടുക്കണം, ഇത് ഇത്രയും ഭാഗം മാത്രം സിംഗിൾ കോട്ട്സിന്റെ ഉള്ളിൽ കൊടുക്കണം. ഇത് മുഴുവൻ എന്തിൽ കൊടുക്കണം, ഡബിൾ കോട്ട്സിന്റെ ഉള്ളിൽ വേണം കൊടുക്കാനായിട്ട്. അങ്ങനെ തന്നെയാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഇമേജ് പുറത്ത് വരുമ്പോൾ എന്ത് പറയണം. അപ്പം ഓൺ മൗസ് ഓവർ മാത്രമേ നമ്മൾ എഴുതിയിട്ടുള്ളൂ. ഇനി നമ്മൾ എന്ത് എഴുതണം, ഓൺ മൗസ് ഔട്ട്, മൗസ് പുറത്ത് പോകുമ്പോൾ. അപ്പം അതും ഇതുപോലെ തന്നെ ഓൺ മൗസ് ഔട്ട് ഇസ് ഈക്വൽ ടു നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ദിസ് ഡോട്ട് SRC ഇസ് ഈക്വൽ ടു പഴയ ഇമേജ്, ഒറിജിനൽ ഇമേജ് അല്ലെ, അതിന്റെ പേരെന്തായിരുന്നു, image1.jpg എന്നായിരുന്നു അതിന്റെ പേര്. ഇവിടെ ഡബിൾ കോട്ട്സ് അല്ല, സിംഗിൾ കോട്ട്സ് ആണ് കേട്ടോ. സിംഗിൾ കോട്ട്സിന്റെ അകത്ത് എഴുതുക. എന്നിട്ട് ഈ മുഴുവൻ സാധനവും എന്തിൽ എഴുതുക, ഡബിൾ കോട്ട്സിൽ എഴുതുക. ഓക്കെ, ദിസ് ഡോട്ട് SRC അത് മുഴുവൻ എന്തിൽ കൊടുത്തു, ഡബിൾ കോട്ട്സിൽ കൊടുത്തു. ഈ ഇമേജ് മാത്രം, image1.jpg മാത്രം സിംഗിൾ കോട്ട്സിൽ കൊടുത്തു. അപ്പൊ ഇതാണ് റോൾ ഓവർ എഫക്റ്റ് എന്ന് പറയുന്നത്. ആദ്യം ഇമേജിന്റെ സോഴ്സ് പറഞ്ഞു, എന്നിട്ട് മൗസ് ഓവർ, ഓൺ മൗസ് ഓവർ എന്നുള്ള ആട്രിബ്യൂട്ട് പറഞ്ഞു. അപ്പോൾ പുതിയ ഇമേജിന്റെ പേര് കൊടുക്കുക. കൊടുക്കുമ്പോൾ എന്ത് നിങ്ങൾ ചേർത്ത് കൊടുക്കണം, ദിസ് ഡോട്ട് SRC എന്നുള്ള വാല്യൂ ചേർത്തിട്ട് കൊടുക്കണം. അതേപോലെ തന്നെ ഓൺ മൗസ് ഔട്ട് ആണെങ്കിൽ ആദ്യം നമ്മുടെ ഒറിജിനൽ ഇമേജ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതും എന്തിൽ തന്നെ പറയണം, ദിസ് ഡോട്ട് SRC എന്നുള്ള രണ്ട് കീവേഡ്സ് യൂസ് ചെയ്തിട്ട് വേണം പറയാനായിട്ട്. അപ്പൊ അത് കഴിഞ്ഞു, ഞാൻ ഫയല് സേവ് ചെയ്തു. ഇനി നമുക്കൊന്ന് റീലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് റോൾ ഓവർ എഫക്റ്റ് വന്നിട്ടുണ്ടോ നോക്കാം. ഇപ്പൊ മൗസ് പോയിന്റർ നിൽക്കുന്നത് ഈ ഭാഗത്താണ് കണ്ടോ, മൗസ് പോയിന്റർ ഇപ്പൊ നിൽക്കുന്നത് ഇതിന്റെ വെബ് പേജിന്റെ ഈ വെളുത്ത ഭാഗത്താണ്. ഞാൻ ഇതിന്റെ മൗസ് ഇതിന്റെ മുകളിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇമേജ് മാറി. ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ ഇമേജ് പഴയ ഇമേജിലേക്ക് തന്നെ പോയി. ഇത് ഉള്ളിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇമേജ് മാറുന്നു. അപ്പൊ ഇതാണ് റോൾ ഓവർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റോൾ ഓവർ എഫക്റ്റ് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ ഇത്ര പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് വെബ് പേജ് ലോഡ് ചെയ്യുമ്പോൾ ഇമേജ് ഉണ്ടാവും. മൗസ് അതിന്റെ മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ പുതിയൊരു ഇമേജ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടണം. മൗസ് പിക്ചറിന്റെ ആ ഭാഗത്ത് നിന്ന് മാറി കഴിയുമ്പോഴേക്കും എന്താണ്, പഴയ ഇമേജ് തന്നെ വരണം. അപ്പം ഇങ്ങനെ ഒരു എഫക്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പഠിച്ചത്. അതിൽ നമ്മൾ ഇമേജ് ടാഗ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പുതുതായിട്ട് രണ്ട് ആട്രിബ്യൂട്ടും കൂടി യൂസ് ചെയ്തിട്ടുണ്ട്, ഓൺ മൗസ് ഓവർന്നും ഓൺ മൗസ് ഔട്ട് എന്നും. ഓൺ മൗസ് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗസ് ഇമേജിന്റെ മുകളിൽ വരുമ്പോൾ മൗസ് പോയിന്റർ ഇമേജിന്റെ മുകളിൽ വരുമ്പോൾ ഏത് ഇമേജ് ആണോ ഡിസ്പ്ലേ ചെയ്ത് കാണേണ്ടത് അതിന്റെ സോഴ്സ് ആണ് ഓൺ മൗസ് ഓവറിൽ പറയുന്നത്. ഓൺ മൗസ് ഔട്ടിൽ നമ്മൾ എന്ത് പറയണം, പഴയ ഇമേജ് തന്നെ, ഒറിജിനൽ ഇമേജ് തന്നെ, SRC കൊടുത്ത് വെച്ചിരിക്കുന്ന ഒറിജിനൽ ഇമേജ് തന്നെ. അതായത് നമ്മുടെ മൗസ് പോയിന്റർ ഇമേജിന്റെ പുറത്ത് നിന്ന് ആ ഇമേജിന്റെ മുകളിൽ നിന്ന് മാറി കഴിയുമ്പോഴേക്കും ഏത് ഇമേജ് ആണോ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കേണ്ടത് ആ ഇമേജിന്റെ സോഴ്സ് ആണ് നമ്മൾ ഓൺ മൗസ് ഔട്ടിൽ പറയേണ്ടത്. ഇനി ശ്രദ്ധിക്കുക, സാധാരണ പറയുന്ന പോലെ തന്നെ വെറുതെ സോഴ്സ് പറഞ്ഞാൽ പറ്റത്തില്ല. ദിസ് ഡോട്ട് എന്നുള്ള ഇതും കൂടെ ചേർത്തിട്ട് നമ്മൾ സോഴ്സ് പറയണം. അത് സിംഗിൾ കോട്ട്സിന്റെ ഉള്ളിൽ വേണം കൊടുക്കാനായിട്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് റോൾ ഓവർ ഇമേജിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഇതും കൂടി നോക്കുക. ഇത് നമ്മുടെ ഇമേജിന്റെ എല്ലാ ക്ലാസ്സും തീർന്നിട്ടുണ്ട്. ഓക്കെ, 3 കാര്യങ്ങളാണ് പഠിച്ചത്. പാർട്ട് 1 എങ്ങനെയാണ് ഇമേജ് ആഡ് ചെയ്യുന്നത്, അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ.
അതിന്റെ ആട്രിബ്യൂട്ട്സും കാര്യങ്ങളും എല്ലാം പഠിച്ചു. രണ്ടാമത്തെ ക്ലാസ്സിൽ തമ്പനെയിൽസ് എന്താണെന്ന് പഠിച്ചു. മൂന്നാമത്തെ ക്ലാസ്സിൽ റോൾ ഓവർ ഇമേജ് ഇഫക്റ്റും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.